സുഹൃത്തുക്കൾക്കും എയോട്ടോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിസ്വാൻ. ഫോക്സ്വാഗൻ പോളോ വെൻഡോ ജർമ്മൻ ബിൽഡ് ക്വാളിറ്റി സാധാരണക്കാർക്കിടയിലേക്ക് എത്തിച്ച രണ്ട് സഹോദരങ്ങൾ. ഈ രണ്ട് മോഡലുകളും നമ്മുടെ വിപണിയിൽ എത്തിയിട്ട് ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞു. ഫീച്ചേഴ്സ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് മോഡലുകളും ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ഇവയിൽ പോളോയുടെ ഫാൻ ബേസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇറങ്ങി ഒരു ദശാബ്ദം കഴിഞ്ഞിട്ടും ഇപ്പോഴും പല വണ്ടിപ്രാന്തന്മാരും മോഡിഫിക്കേഷൻസിനും മറ്റു പല ആൾട്രേഷൻസിനും പോളോ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വാഹനം നൽകുന്ന ഡ്രൈവിംഗ് കംഫോർട്ട് കൊണ്ടും ടൈംലെസ് ഡിസൈൻ കൊണ്ടും കൂടിയാണ്. ഫാൻസി ഫീച്ചേഴ്സോ ലോ മെയിൻ്റനൻസോ റീസെയിൽ വാല്യൂ ഒന്നും നോക്കിയിട്ടല്ല ഇപ്പോഴും ഈ വാഹനങ്ങൾ പലരും സ്വന്തമാക്കുന്നത് എന്ന് സാരം. ഈ രണ്ട് കാറുകൾ രണ്ട് സഹോദരന്മാരുടേതാണ്, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ. മറ്റൊരു പ്രത്യേകത, ഇവ രണ്ടും ഇവരുടെ രണ്ടാമത്തെ പോളോയും വെൻഡോയുമാണ് എന്നുള്ളതാണ്. മുൻപ് പറഞ്ഞ ആ ഫാൻ ബേസ് തന്നെ കാരണം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. BS6 അപ്ഡേറ്റ് നിലവിൽ വരുന്നതോടുകൂടി ഫോക്സ്വാഗൻ പോളോയിലും വെൻഡോയിലും അതുപോലെ തന്നെ സ്കോഡയുടെ റാപ്പിഡിലുമൊക്കെ വരുന്ന രണ്ട് പ്രധാന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ്. ഒന്ന് എഞ്ചിനിൽ വരുന്ന മാറ്റവും രണ്ടാമത്തേത് ഗിയർ ബോക്സിൽ വരുന്ന മാറ്റവും. മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈ കാറുകളുടെ ഫാൻസിനെയും അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ പലതരത്തിലുണ്ട്. CVT, ടോർക്ക് കൺവേർട്ടർ, AMT, DSG അഥവാ DCT എന്നിങ്ങനെ നീളുന്നവ. എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മികച്ചത് ഏത് എന്ന് ഏതൊരു വാഹനപ്രേമിയോട് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ പറയും DSG അഥവാ DCT ഗിയർ ബോക്സുകളാണ് എന്ന്. ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ കാറുകളിലാണ് കൂടുതലായും DSG ഗിയർ ബോക്സുകൾ കണ്ടുവരുന്നത്. അതുകൂടാതെ ഫോർഡിൻ്റെ കാറുകളിൽ ഉപയോഗിച്ചിരുന്ന DCT ട്രാൻസ്മിഷനും ഈ അടുത്ത് ഹ്യുണ്ടായി വെന്യൂ, കിയ സെൽറ്റോസ്, പുതിയ ക്രെട്ട എന്നിവയിൽ ഉപയോഗിക്കുന്ന DCT ട്രാൻസ്മിഷനും DSGയുടെ അതേ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ ക്വിക്ക് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയതുകൊണ്ടും കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടും ഒട്ടുമിക്ക പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിലെല്ലാം തന്നെ DSG അല്ലെങ്കിൽ DCT ഗിയർ ബോക്സുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ആദ്യകാലങ്ങളിൽ അത്യാവശ്യം നല്ല ചീത്തപ്പേര് ഈ ഗിയർ ബോക്സുകൾക്ക് ലഭിച്ചിരുന്നു എന്നതും മറ്റൊരു വാസ്തവം. എന്നാൽ ഇപ്പോൾ ഹ്യുണ്ടായിയുടെ വെന്യൂവിലെയും കിയ സെൽറ്റോസിൻ്റെ DCT വേരിയൻറ്റിലുമൊക്കെ ചെറിയ രീതിയിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇവയൊന്നും ഈ വാഹനങ്ങളുടെ സെയിൽസിനെ ബാധിച്ചിട്ടുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, പോളോയിലും വെൻഡോയിലും ഒക്കെ ഉപയോഗിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും 1.2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനും നിർത്തുകയാണ്. BS6 എമിഷൻ നോംസ് നിലവിൽ വരുന്നത് തന്നെ കാരണം. അതുകൂടാതെ ഈ എഞ്ചിനുകളുമായി പെയർ ചെയ്ത് വന്നിരുന്ന 7 സ്പീഡ് DSG ഗിയർ ബോക്സും മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെടുകയാണ്. പകരം ഒരു ന്യൂ ജനറേഷൻ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനങ്ങളിൽ ഇനി മുതൽ ഉണ്ടാവുക. ഈ എഞ്ചിൻ 110 PS പവറും 175 Nm ടോർക്കും ഒക്കെ നൽകുന്നു. അതായത് ഇനി മുതൽ പോളോയും വെൻഡോയും അതുപോലെ സ്കോഡ റാപ്പിഡും ഒക്കെ പെട്രോൾ ഒള്ളി മോഡലുകളായിരിക്കും എന്ന് സാരം. DSG ഗിയർ ബോക്സിന് പകരം ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റാണ് വരാൻ പോകുന്നത്. വാഹനപ്രേമികളെ അല്ലെങ്കിൽ DSG ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഫൺ ഇഷ്ടപ്പെടുന്നവരെ അല്പം നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണിത്. ഏത് പുതിയ ഓട്ടോമാറ്റിക് കാറുകളുടെ റിവ്യൂ ചെയ്യുമ്പോഴും ഞാൻ ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ഗിയർ ബോക്സ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ബെഞ്ച് മാർക്കായി പറയുന്നത് DSG ഗിയർ ബോക്സുകളെയായിരുന്നു. ഇനി അത് വളരെയധികം മിസ് ചെയ്യുമെന്ന് തീർച്ച. ഈ ഒരു തീരുമാനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ടോർക്ക് കൺവേർട്ടർ യൂണിറ്റുകൾ DSG ഗിയർ ബോക്സുകളെ അപേക്ഷിച്ച് കുറെ കൂടി അഫോർഡബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഫോക്സ്വാഗനും സ്കോഡയ്ക്കും അവരുടെ മോഡലുകൾക്ക് കുറെ കൂടി മികച്ച പ്രൈസിങ് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതായി പറയാനുള്ളത്, ടോർക്ക് കൺവേർട്ടർ യൂണിറ്റുകൾ DSG ഗിയർ ബോക്സുകളേക്കാൾ കുറെ കൂടി റിലയബിൾ ആണ് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു തീരുമാനത്തോടു കൂടി ഫോക്സ്വാഗൻ സ്കോഡ കാറുകൾക്ക് കൂടുതൽ ജനകീയമാകാനും കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു. ഫോക്സ്വാഗനും സ്കോഡയും ഇനിയിപ്പോൾ ഒരുമിച്ചാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കരുക്കൾ നീക്കാൻ പോകുന്നത്. ഇന്ത്യ 2.0 പ്രോജക്റ്റിലൂടെ SUVകളുടെ ഒരു വൻ നിരയുമായി ഇന്ത്യൻ മാർക്കറ്റിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഫോക്സ്വാഗനും സ്കോഡയും. ഈ ഒരു തീരുമാനവും ഈ ബ്രാൻഡിന്മേൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും പുതിയ എഞ്ചിൻ്റെ പെർഫോമൻസ് റിവ്യൂവിനായി കാത്തിരിക്കുക. കൂടുതൽ വാഹന വിശേഷങ്ങൾക്കായി എയോട്ടോ ചാനൽ ഫോളോ ചെയ്യുക.
ഓർമ്മിപ്പിക്കുകയാണ്, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.